قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني نحو العليا والكون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻസാനിലെ 28ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും വഇദാ ശിഅ്നാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നമ്മളാണ് ഈ ധിക്കാരികളായ ആളുകളെ പടച്ചത്, അവരുടെ ശരീരഘടനയ്ക്ക് ബലം കൊടുത്തത് നമ്മളാണ്. വേണമെങ്കിൽ ഇവരെ മാറ്റിയിട്ട് ഇവർക്ക് പകരം മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതൊരു വിഷയം പ്രയാസമുള്ള കാര്യമല്ല. ഇതാണ് ഈ ആയത്തിൻ്റെ ചുരുക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ആയത്തിൻ്റെ ആശയം പഠിച്ചു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ ചെയ്തുകൊണ്ട് പറയാണ്, മനുഷ്യർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ടും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചും രണ്ട് നിലക്കും അള്ളാഹുവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ട ആളുകളാണ്. രണ്ട് നിലക്കും അനുസരിക്കണം. ഏതാ രണ്ട് നില? ഒന്ന്, റബ്ബിൻ്റെ ശിക്ഷയെ പേടിച്ചു, അല്ലേ? അള്ളാഹു നമ്മൾ ശിക്ഷിക്കുമെന്ന പേടി കൊണ്ട് നമ്മൾ അനുസരിക്കണം. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം അല്ലെങ്കിൽ ഇനിയും ചെയ്യാനിരിക്കുന്ന അനുഗ്രഹം, ആ അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനെ വഴിപ്പെടണം, അള്ളാഹുവിനെ അനുസരിക്കണം. രണ്ട് നിലക്കും വേണം. വെറും പേടിച്ചിട്ട് മാത്രം പോരാ. ഇനിയും അനുഗ്രഹങ്ങൾ കിട്ടണം അല്ലെങ്കിൽ തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണം എന്നത് ആഗ്രഹിച്ചിട്ട് നമ്മൾ വഴിപ്പെടാം. രണ്ട് നിലക്കും ചെയ്യാം. എന്താണ് ഈ അനുഗ്രഹം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അതായത് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് സുരക്ഷിതമായ അവയവങ്ങൾ നൽകിയത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭൗതിക സുഖങ്ങളും രസങ്ങളും അനുഭവിക്കാനും ഈ അവയവങ്ങളും ഒക്കെ തന്ന് നമ്മളെ പാകപ്പെടുത്തിയത്, അല്ലേ? നമ്മളെ ഈ ജന്മം നമുക്ക് തന്ന ഈ അവയവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ഈ ദുനിയാവിലുള്ള സുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. കണ്ടുകൊണ്ട് നമ്മൾ കണ്ടനുഭവിക്കുന്നു, വായ കൊണ്ട് നമ്മൾ രുചി, നാവ് കൊണ്ട് രുചി അനുഭവിക്കുന്നു, കൈകൊണ്ട് കാലുകൊണ്ട് മനസ്സുകൊണ്ട് കേളുകൊണ്ട് ഈ തന്ന അവയവങ്ങളൊക്കെ കൃത്യമായി തന്നത് കൊണ്ടാണ് ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അല്ലാഹു തആല ചെയ്തു തന്ന ശരീരഘടനയെ ബലപ്പെടുത്തി എന്ന ഈ അനുഗ്രഹം കൊണ്ടാണ് ദുനിയാവിലുള്ള മറ്റുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തന്ന ഈ ഒരു സുഖങ്ങൾ അനുഭവിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അള്ളാഹു ഇവിടെ ചെയ്തു തന്ന സുഖങ്ങൾ, ദുനിയാവിൽ ഒരുക്കി തന്ന സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ അള്ളാഹുവിൻ്റെ ശരീരഘടന ബലപ്പെടുത്തി എന്ന ഈ അനുഗ്രഹവും ഇതിനെ തുടർന്ന് ഈ ശരീരം ഇതുപോലെ നിൽക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ഇതുപോലെ നിലനിന്ന് കിട്ടുന്ന ആ ഒരു അനുഗ്രഹവും ഉണ്ടാവണം. ഇത് രണ്ടും വേണം. അപ്പോഴേ നമുക്ക് സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാനായി, അള്ളാഹു ശരീരത്തിൽ വെച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. ഇതാണ് അനുഗ്രഹം പ്രതീക്ഷിച്ച് ജീവിക്കുക എന്ന്, അനുഗ്രഹം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ നിഅമത്ത് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹിനെ അനുസരിക്കുക. എന്താണ് നിഅമത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു നമുക്ക് ഈ ശരീരങ്ങളും അവയവങ്ങളും ഒക്കെ റെഡിയാക്കി തന്നു, അല്ലേ? അതോടൊപ്പം ദുനിയാവിൽ കുറേ സുഖസൗകര്യങ്ങൾ വെച്ച് വന്നു. അപ്പോൾ ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനും അത് കൃത്യമായി ആസ്വദിക്കാനും നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ തന്ന ശരീരഘടന ഇതേപോലെ നിലനിൽക്കണം. കണ്ണു പോയാൽ പിന്നെ കാഴ്ച കിട്ടൂല, കാത് പോയാൽ പിന്നെ കേൾക്കാൻ കഴിയില്ല, അല്ലേ? നാവിൻ്റെ രുചി പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആയിക്കൂടെ? അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ എന്താണ്? നിലനിന്ന് കിട്ടണം. ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക, അത് സ്ഥിരമായി കൊണ്ടിരിക്കുക, അത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കുക എന്ന ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ കാരണം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അനുസരിക്കണം. അപ്പോൾ ഇനിയും അള്ളാഹുവിനെ അനുസരിച്ചാലേ എനിക്ക് ഈ നിഅമത്തുകൾ നിലനിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ റബ്ബിനെ അനുസരിക്കണം എന്ന് ചുരുക്കം. ഇനി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് നിലക്കുള്ള അനുസരണം വേണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാറ്റിനും കഴിയും. വേണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ മരിപ്പിക്കാം, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ എടുത്തു കളയാം. ഒന്നുകിൽ നമ്മുടെ ശരീരഘടനകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം, കൈ ഇല്ലാതെയാക്കാം, കാലില്ലാതെയാക്കാം, കണ്ണിനെ കാഴ്ച പോക്കാം, ഇതൊക്കെ ചെയ്യാം.
അല്ലെങ്കിൽ പരീക്ഷണങ്ങളല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാം, നമ്മളെ പരീക്ഷിക്കാം. ഇതൊക്കെ ചെയ്യാം അള്ളാഹുവിന്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ ഈ അനുഭവിക്കുന്ന ഭൗതിക സുഖം എങ്ങനെ നേടും, അതല്ലെങ്കിൽ അതെങ്ങനെ അനുഭവിക്കും എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് റബ്ബിനനുസരിക്കാൻ നമ്മളെ അത് പ്രാപ്തനാക്കും. അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിനനുസരിക്കുക. എന്ത് പേടിച്ചിട്ട്? ഈ തന്ന നിഅമത്തുകളൊക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്കെന്താ പിന്നെ കഴിയുക? അതുകൊണ്ട് റബ്ബേ നീ അത് എടുത്തു കളയരുതേ. അള്ളാഹു അങ്ങനെ എടുത്തു കളയോ? അങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടാവും. അപ്പോഴും നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ടി വരും, നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാവും. അതല്ല, ഈ തന്ന നിഅമത്തുകളൊക്കെ പഠിച്ചവനതൊക്കെ വലിയ നിഅമത്തുകളെ നിലനിർത്തി തന്നെ റബ്ബേ നീ ഇതൊക്കെ തന്നല്ലോ, എനിക്ക് ഇത് നിലന്ന് കിട്ടണേ, ഞാൻ അതുകൊണ്ട് നിന്നെ അനുസരിക്കുന്നു. രണ്ട് നിലക്കും അനുസരിക്കാം. അപ്പം അള്ളാഹുവിൻ്റെ അനുസരണ എന്നത് ഏത് നിലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അനുസരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണെന്ന് ചുരുക്കം. അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് ആ ഒരു ലെവലിൽ നോക്കിയാലും, ശിക്ഷ പേടിച്ച് ആ ഒരു ലെവലിൽ നോക്കിയാലും, എങ്ങനെ നോക്കിയാലും ശരി, അള്ളാഹുവിനെ അനുസരിക്കാതെ മനുഷ്യന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് ഈ ആയത്തിൻ്റെയൊക്കെ താല്പര്യം. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് വളരെ പരിഹാസ്യമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അവരെ പഠിച്ചത്, അവർക്ക് ശക്തി നൽകിയത് ഞാനാണ്, അവരെ നശിപ്പിച്ച് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമില്ല. ഇതൊക്കെ വലിയൊരു താക്കീതായിട്ടാണ് അള്ളാഹു തആല പറയുന്നത്. ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം എന്ന് മാത്രം. അത് നമുക്ക് റബ്ബിനെയാണ് ആവശ്യം എന്ന് അള്ളാഹു തആല ഈ ആയത്തിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. അള്ളാഹുവിന് നമ്മളെ ഒരാവശ്യമല്ല, നമുക്ക് അള്ളാഹുവിനെയാണ് ആവശ്യം. അതാണല്ലോ ഈ ആയത്തിൻ്റെ രത്ന ചുരുക്കം. നിങ്ങൾ ഇന്നെ അനുസരിക്കണല്ലേ, നിങ്ങളെ ഒഴിവാക്കിയാൽ വേറെ ആൾക്കാരെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന് നമ്മളെ തീരെ ആവശ്യമില്ല എന്നല്ലേ. നമ്മുടെ അനുസരണയോ നമ്മുടെ ബാധ്യതയോ നമ്മുടെ വിവാദത്തോ ഒന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് നമുക്ക് അള്ളാഹുവിന് ആവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്, അള്ളാഹുവിന് നമ്മൾ ആവശ്യമില്ല. വശദദ്നാ അസ്റഹും, അതാണ് ഞാനാണ് നിങ്ങളെങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്, എനിക്ക് നിങ്ങളൊന്നും ആവശ്യമില്ല, ഞാനാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലേ? ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. അൻതുമുൽ ഫുഖറാഉ, നിങ്ങൾ ആവശ്യമുള്ളവരാണ് ഇലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു ഗനിയാണ്, ഹമീദാണ്. അള്ളാഹ്ക്ക് ആരെയും ആവശ്യം? അള്ളാഹുവിന് ആരെയും ആവശ്യം? നിങ്ങളാണ് അള്ളാഹുവിന് ആവശ്യമുള്ള ആളുകൾ. ഒരു നീണ്ട ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അള്ളാഹു തആല പറയുന്നതായ ഖുദ്സിയ ഹദീസാണ്. എൻ്റെ അടിമകളെ, കുറച്ചങ്ങൾ പോന്നിട്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. എൻ്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും വഴിപിഴച്ച ആളുകളാണ്, ഞാൻ സന്മാർഗം നൽകിയ ആളുകളൊഴികെ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗം ചോദിക്കൂ, ഞാൻ നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കാം. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശക്കുന്ന ആളുകളാണ്, ഞാൻ ഭക്ഷണം നൽകിയ ആളുകളൊഴികെ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം കൊടുത്ത ആളുകളൊഴികെ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങളെ വസ്ത്രം ഉടുപ്പിക്കാം. എൻ്റെ അടിമകളെ, നിങ്ങൾ രാത്രിയിലും പകലിലും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഞാനാണെങ്കിലോ എല്ലാ ദോഷങ്ങളും പൊറുക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കലിനത്തോടും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചാലും അതൊന്നും എന്നെ ഏൽക്കുകയില്ല. പക്ഷേ എനിക്കെന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ഉപകാരം നിങ്ങൾക്ക് എന്നിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊന്നും എന്നോട് ഇങ്ങോട്ട് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ഈ ഉപകാരവും ഉപദ്രവവും ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ എൻ്റെ മശീഅത്തനുസരിച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ അടിമകളെ, നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ആളുകൾ, നിങ്ങൾ എല്ലാ ആളുകളും ഏറ്റവും മുത്തഖീങ്ങളായും ജീവിച്ചാൽ, സർവ്വ ആളുകളും മുത്തഖീങ്ങളാണ് നോക്കുക, എന്നാൽ എൻ്റെ അധികാരത്തിൽ അത് ലവലേശം പോലും മാറ്റം വരുത്തുകയില്ല. നിങ്ങളെല്ലാവരും മുത്തഖീങ്ങളായിച്ചിട്ട് ഇപ്പം എൻ്റെ അധികാരം കൂടുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും മഹാതെമ്മാടികളായി നോക്കുക, എന്നാൽ എൻ്റെ രാജാധികാരത്തിൽ നിന്ന് അതൊന്നും കുറക്കുകയുമില്ല. നിങ്ങൾ മുത്തഖീങ്ങളായാൽ എൻ്റെ അധികാരത്തിലൊന്നും കൂടില്ല. നിങ്ങളിപ്പോൾ എല്ലാവരും തെമ്മാടിയായാൽ എൻ്റെ അധികാരത്തിലൊന്നും സംഭവിക്കില്ല. എൻ്റെ അടിമകളെ, നിങ്ങൾ എല്ലാ ആളുകളും, ആദ്യത്തെയും അവസാനത്തെയും സകല ആളുകളും കൂടിയിട്ട് വലിയൊരു മൈതാനിയിൽ ചെന്ന് നിന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ, ഞാൻ ആ ചോദിച്ചതൊക്കെ ഓരോരുത്തർക്കും തന്നു നോക്കുക. നിങ്ങൾ എല്ലാ ആൾക്കാരും ഒരു മൈതാനിയിൽ വന്നു, എന്നിട്ട് എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടത് മുഴുവനും ചോദിച്ചു, ഞാൻ ആ ചോദിച്ചത് മുഴുവനും കൊടുത്തു നോക്കുക. എന്നാൽ എൻ്റെ രാജാധികാരത്തിൽ നിന്ന് ആകെ കുറയുന്നത് എന്താണെന്നറിയോ?
അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെറിയൊരു സൂചി വലിയൊരു ബഹറിൽ ഒരു കടലിൽ മുക്കിയാൽ പിന്നെന്താണ് പറയുക, ആ മുക്കിയാൽ പിന്നെ എന്താണ് പറയുക, എത്ര കടലിൽ നിന്ന് കുറയുമോ അത്രയും കുറയില്ല എന്ന്. ഒരു സൂചി കടൽ മുക്കിയിട്ടെടുത്താൽ ആ കടലിൽ നിന്ന് എന്താ കുറയാ, ആ കടലിൻ്റെ വെള്ളത്തിൽ നിന്ന് എന്താ കുറയാ, എന്തെങ്കിലും കുറയോ? അത്രയും കുറയില്ല. അപ്പം നിങ്ങൾ ചോദിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തന്നാലും എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാൻ പോണില്ല. പിന്നെ ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറയാം. എൻ്റെ അടിമകളെ, നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ഉണ്ടല്ലോ, ഞാനതൊക്കെ കണക്കാക്കി വെക്കുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാനത് കൃത്യമായി കണക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അമലുകൾ കണക്ക് കൂട്ടുമ്പോൾ ഖൈറാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. ഞാൻ അതല്ലാത്തതാണ് കാണുന്നത് എങ്കിൽ എന്നെ ആക്ഷേപിക്കേണ്ട, അത് നിങ്ങൾ ചെയ്തത് തന്നെയാണ്. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചാൽ മതി. അല്ലാഹു തആല ഇപ്പം എന്തായി പറഞ്ഞത്? ഇത് വിട്ടു തുറന്ന് പറയല്ലേ, എനിക്ക് നിങ്ങളെ ഒരാവശ്യമില്ല, നിങ്ങൾക്കാണ് എന്നെ ആവശ്യം. നഹ്നു ഖലഖനാഹും വശദ്ദദ്നാ അസ്റഹും, നിങ്ങൾക്കാണ് എന്നെ ആവശ്യം. ഇത് നമ്മളോട് മനസ്സിലാക്കണം. നമ്മളെ പല പ്രവർത്തനങ്ങളോ കണ്ടാൽ നമുക്ക് ആരും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഒക്കെ ഞാൻ മണ്ടിപ്പാഞ്ഞ് ഉണ്ടാക്കിയതാണ്, ഒക്കെ ഞാൻ പഠിച്ചെടുത്ത് നേടിയതാണ് എൻ്റെ വലിയ സർട്ടിഫിക്കറ്റുകൾ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എൻ്റെ ഈ സമ്പത്ത് മുഴുവൻ. അൽഹംദുലില്ലാ എന്ന് കൂടി പറയില്ല നമ്മൾ പലപ്പോഴും. നമുക്ക് അള്ളാഹുവിന് ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. അള്ളാഹുക്ക് നമ്മളെ ലെവലേഴ്സ് ആവശ്യമില്ല. റബ്ബിന് നമുക്കാണ് ആവശ്യം എന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കണം. റബ്ബ് എന്ന പദം സൂചിപ്പിക്കുന്നത് തന്നെ അതാണെന്നാണ്. റബ്ബ് എന്ന പദം പലയിടത്തും അള്ളാഹു തആല പറയുന്നത് റബ്ബുക എന്നാണ്. റബ്ബുക, നിന്റെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സമയത്തും ആവശ്യമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ്. അപ്പം അള്ളാഹു തആല എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പരിപാലിക്കുകയാണ്. അപ്പം നമുക്ക് അതാണ് ആവശ്യമല്ലേ? റബ്ബ് എന്ന് സൂചിപ്പിച്ചത് തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ ഈ പേരുകളിൽ നിന്ന് എന്താണ് പറയുക, അള്ളാഹുവിന് നമ്മൾ വിളിക്കുന്ന പേരുകൾ റബ്ബ്, അള്ളാഹു, റഹ്മാൻ, റഹീം അല്ലേ, ഇങ്ങനെ കുറേ അള്ളാഹുവിന് നമ്മൾ വിളിക്കുന്ന പേരുകൾ മനുഷ്യനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പേര് റബ്ബ് എന്നാണ് എന്ന് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു. കാരണം ആ റബ്ബ് മനുഷ്യൻ ഗർഭപാത്രത്തിൽ ഉണ്ടാവാൻ തുടങ്ങുന്നത് മുതൽ തന്നെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ മുതുകിലായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു ആ റബ്ബ് എന്ന പേര് നമ്മളോട് എന്താണ് പറയുക കൂടി നിൽക്കുന്നുണ്ട്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ കുട്ടിയെ തർബിയത്ത് വളർത്തുന്നത് പോലെയാണ്. എല്ലാ കാര്യത്തിനും ഉമ്മ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുട്ടി വലുതായി കഴിഞ്ഞാൽ അമ്മ വളർത്തൽ ചിലപ്പോൾ നിർത്തി നോക്കും. പക്ഷേ അള്ളാഹു തആല വലുതായാലും നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിനും നമ്മളെ എന്താണ് പറയുക, ആവശ്യമുള്ള സമയത്ത് തന്ന് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ്. അപ്പോൾ റബ്ബ് എന്ന ആ പദപ്രയോഗം തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യമുള്ള ആളുകളാണ് എന്നത് വ്യക്തമാക്കി തരുന്നുണ്ട്. അള്ളാഹുവിന് നമ്മൾ ആവശ്യമില്ല താനും. നമ്മൾ അള്ളാഹുവിനെ പരിപാലിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹു തിരിച്ച് നമ്മളെയാണ് പരിപാലിക്കുന്നത്. എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. നമ്മളെ ഉണ്ടാക്കാൻ അള്ളാഹുവിന് വേണ്ടേ? നമ്മളുണ്ടായത് എങ്ങനെയാണ്? നമ്മളെ കാര്യം കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മളുണ്ടായത്. അള്ളാഹുല്ല നമ്മളുണ്ടാക്കിയത്. നഹ്നു ഖലഖനാക്കും, നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പിന്നെയോ വശദ്ദദ്നാ അസ്റഹും, ഉണ്ടാക്കിയത് മാത്രമല്ല, കണ്ണ്, കാത്, കൈ, കാല്, മൂക്ക്, മറ്റുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ അതൊക്കെ തന്നത് അള്ളാഹുവാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമുക്കത് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് പോയിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റാനോ അതിൻ്റെ രൂപം മാറ്റാനോ കളർ മാറ്റാനോ അതിൽ മറ്റെന്തെങ്കിലും ചേഞ്ച് വരുത്താനോ പോലും കഴിയില്ല. നമ്മൾ ഉദ്ദേശിച്ചിട്ടാണോ നമ്മളിപ്പോൾ ഈ കോലത്തിലായത്? നമ്മൾക്കാണ് സ്വാതന്ത്ര്യം തന്നത് എങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മാതിരി നീ അയക്കോ എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ കുറച്ചും കൂടെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ആവാൻ ശ്രമിക്കൂലേ? അല്ല, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പല്ല. അള്ളാഹുവിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? മൂക്കിന് ഈ ആകൃതി വേണം, കണ്ണിന് ഈ ആകൃതി വേണം, മൂക്ക് ലേശം കൂടെ ചെരിഞ്ഞിരിക്കണം, കണ്ണിൻ്റെ പുരികം രണ്ടും ഒരേ ലൈനിൽ വരണം അല്ലേ, കാത് രണ്ടും ഒരേ സൈസിലായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആരാണ് ഇതിൻ്റെ രൂപങ്ങളൊക്കെ നിശ്ചയിച്ചത്? നമുക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അള്ളാഹുവാണ് ചെയ്തത്. വശദ്ദദ്നാ അസ്റഹും, നിങ്ങളുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയത് നമ്മളാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഉണ്ടാക്കി നമ്മളാണ് പടച്ചു വിട്ടു. എന്നാൽ ഇനി നീ അതിൻ്റെ പാടായി, ഞാൻ ഭൂമിയിൽ അവിടെ പിന്നെ എന്താണ് പറയുക, അരിയുണ്ട്, ഗോതമ്പുണ്ട്, പച്ചക്കറികളുണ്ട്, മാംസമുണ്ട്, അല്ല നീ കഴിച്ചങ്ങനെ വളർന്നോ? അള്ളാഹു തആല അങ്ങനെ പറഞ്ഞോ? ഇല്ല. അത് സംവിധാനിച്ച് തന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കിതൊക്കെ എത്തിച്ചു തരികയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായി. ഭക്ഷണം കഴിച്ചിട്ട് അതല്ലെങ്കിൽ പിന്നെന്താണ് പറയാം, റിസ്ക്കുകൾ നമുക്ക് തന്നിട്ട് ലാഹിറായ അല്ലെങ്കിൽ ആന്തരികമായ നിഅമത്തുകൾ ചെയ്തു തന്നിട്ട് അല്ലാഹു തആല നമ്മളെ വീണ്ടും സഹായിക്കുകയാണ്.
ഇപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം ശരീരത്തിനുള്ളിലേക്ക് പോഷകങ്ങളായി മാറ്റപ്പെടുന്ന ആ പ്രക്രിയ നമുക്കെല്ലാം എന്തെങ്കിലും പങ്കുണ്ടോ? നമ്മളാണ് തിന്നുള്ളൂ. നമ്മളങ്ങോട്ട് കയറ്റി വിടുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വലിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ച് ഓരോന്നിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതും പിന്നെന്താണ് പറയുക, അബ്സോർബ് ചെയ്ത് പോഷകം സ്വീകരിച്ച് ശരീരം വളർന്നു വരുന്നതും അള്ളാഹുവാണ് ചെയ്യുന്നത്. നമുക്കെന്താ പങ്ക്? അവിടെ അള്ളാഹ് വേണം, പടച്ചോടത്ത് വേണം, അവയവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വേണം. ഇനി ഭക്ഷണം കഴിച്ചാൽ അതിന് ഉള്ളിലെത്തിയിട്ടെല്ലാം വലിക്കുന്നിടത്തും വേണം, ഭക്ഷണം കഴിക്കാനും വേണം. അതൊക്കെ അള്ളാഹു തന്ന സംഗതി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൈ വായിലേക്ക് ഇടുന്നു, വായയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഓരോന്നും പറയുകയാണെങ്കിൽ എണ്ണി പറഞ്ഞാൽ നീണ്ടുപോകും. എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ലിസ്റ്റ് കുറച്ചും കൂടെ നമുക്ക് പറയാം. അള്ളാഹുവിലേക്ക് നമ്മൾ എത്രത്തോളം ഇഴുകിച്ചേരണം എന്നത് അതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.